ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമസ്കാരം. 3 to 1 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കൊഴുവ പീര വച്ചതാണ്. അത് നമുക്ക് കണ്ടു നോക്കാം. ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 250 ഗ്രാം കൊഴുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് 3 കഷ്ണം കൊടപ്പുളി കഴുകി വെച്ചതാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്റ്റൗ കത്തിക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കൊഴുവ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 4 കഴുകി വൃത്തിയാക്കി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 6 ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒതുക്കിയെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി മൂടി മാറ്റിയിട്ട് അതിൻ്റെ വെള്ളമൊന്നും നമുക്ക് വറ്റിച്ചെടുക്കാം. വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നാളികേരം ഒതുക്കി വെച്ചത് ചേർക്കാം. കൊഴുവ ഉടയാതെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചതച്ച് ചേർത്ത നാളികേരം കൊഴുവയിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ തോന്നുകയാണെങ്കിൽ അതിലിട്ട കുടപ്പുളി മാറ്റി വെച്ചാൽ മതി. കൊഴുവപ്പീര റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ടുള്ള കൊഴുവപ്പീര റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.